ജ്യൂസ്. ഇത് അർജുനേട്ടനാ. ഇത് അർജുനേട്ടന് വേണ്ടിയിട്ടുള്ളതാ. ജ്യൂസ് വാങ്ങ. നീ എന്താ എന്നെ വിളിച്ചത്? ഏട്ടാന്ന്. ഏട്ടൻ ജ്യൂസ് കുടിക്ക. ഇന്ന് രാവിലെ വരെ എന്നെ സാറേന്ന് വിളിച്ചവർക്ക് ഇപ്പൊ എന്താ വിളിയിലൊരു മാറ്റം? അഹങ്കാരം. ഏതു വകയിലടി ഇവൻ നിനക്ക് ചേട്ടനാവുന്നത്? നീ ഞങ്ങളുടെ ബന്ധുവായിട്ട് മാറാൻ നോക്കുകയാണോ? ഞാൻ ഐശ്വര്യ ചേച്ചിയുടെ അനിയത്തി ആയതുകൊണ്ട്. നീ എന്താ പറഞ്ഞേ? ഐശ്വര്യയുടെ അനുജത്തിയാണെന്നോ? അതെ. ആണോടി? ഇവള് നിന്റെ അനിയത്തിയാണോ? അതെ, ഞങ്ങള് സഹോദരിമാരാ. അയ്യോ ചിന്നു, ഞങ്ങള് കൂടപ്പിറപ്പുകളാ. ആണോ? ചിന്നു പറഞ്ഞത് സത്യമാണോ? നീയും ഈ വേലക്കാരിയും കൂടപ്പിറപ്പുകളാണോ? അപ്പോ ശിവദാസന്റെ മകളാണോ നീ? ഈ സീതയുടെ മകളാ നീ? അല്ലല്ല, ഇവള് പറഞ്ഞൊക്കെ കള്ളോ. എനിക്കും ഇവൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അല്ല അർജുൻ സാർ, ഇവള് കള്ളത്തരങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ചിന്നു, നിനക്ക് എന്താ? അങ്ങനെ പറഞ്ഞ എങ്ങനാ ചേച്ചി? ഈ കഥയുടെ ക്ലൈമാക്സ് ഇപ്പൊ തന്നെ ആക്കണോ? ഈ മൊബൈലില് എല്ലാ തെളിവുകളും ഉണ്ട്. അത് പുറത്തെടുക്കണോ? കളിക്കില്ലേ? ഞാൻ ചോദിച്ചതിന് സമാധാനം പറയടി. ചിന്നു പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ സഹോദരങ്ങളാണോടി? എന്താ അർജുൻ ഇതൊക്കെ? അറിയില്ലമ്മേ. ഈ മൊബൈൽ ഫോണുമായിട്ട് ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് പോവുക. നീ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിന്റെ കഥ ഇവിടെ ഇവിടെ ഇപ്പൊ തീരും. ചിന്നുവിന്റെ ജീവിതം വെച്ചിട്ട് നീ കളിക്കുന്നേ. മാഡത്തിന്റെ എല്ലാ സംശയങ്ങളും ഞാനിപ്പോ തീർത്തുതരാം. മാഡം, ഈ മൊബൈല് കണ്ടില്ലേ? ഇതിനകത്ത് എന്താ എന്തടിയുള്ളത്? കുറച്ച് ഫോട്ടോസാ. എന്തായി? ഇപ്പൊ കാണിക്കാം മാഡം.
എന്നോട് ക്ഷമിക്ക്. അവളോട് മിണ്ടാതിരിക്കാൻ പറ. സോറി. എന്റെ വള എന്റെ വള ഊരിപ്പോയി. എന്താടി മൊബൈലിലുള്ളത്? ഐശ്വര്യ ചേച്ചി തന്നതാ. നീ കട്ടെടുത്ത് പറക്കാൻ കൊതിയായി, എന്നാലും എന്നാലും നിന്റേതല്ലേ. അവളുടെ തൊട്ടുരുമിരിക്കാൻ ഹലോ സാറേ, ആ ഗസ്റ്റ് ലെക്ചറുടെ വേക്കൻസിക്ക് ആളെടുത്തായിരുന്നോ ലോ അക്കാഡമിയില്? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാ കാര്യം. അല്ല, ഇപ്പൊ എനിക്ക് താല്പര്യമുണ്ട്. സാർ എന്തായാലും ഒന്ന് സംസാരിച്ചിട്ട് വിളിക്ക്. ആ ശരി, ഓക്കെ. ഇനി ഇതേ ഉള്ളൊരു മാർഗം അവരെ തമ്മിൽ തെറ്റിക്കാൻ. നിന്റെ പ്രേമം ഞാൻ ശരിയാക്കി തരാം.